So what is a joint? What's a joint? Joint is a place in our body where two bones are joined. രണ്ട് ബോൺസുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ പോർഷനാണ് നമ്മൾ ജോയിൻസ് എന്ന് പറയുന്നത്, ബോഡിയുടെ ജോയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് joints are there in our body. First one is a hinge joint. Hinge joint means the elbow, knee and finger joints allow movement in one plane only, that is up and down or backward or forward, like the hinges of a door. Such joints are therefore called hinge joints. See, hinge joints means in our door there is hinge. Hinge എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഹിഞ്ച് മീൻസ് നമ്മുടെ ഡോറിലൊക്കെയുള്ള വിജാഗിരി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഡോർ അടയ്ക്കുമ്പോൾ അതിന്റെ ബാക്കിലുള്ളൊരു സാധനം, മനസ്സിലായോ? അത് വിജാഗിരി. എടാ മോനെ, നീ ആവശ്യമില്ലാതെ വെറുതെ അഡ്മ്യൂട്ട് ചെയ്യണ്ട. അറിയാമെങ്കിൽ ഓക്കെ, അവിടെ നിനക്ക് അറിയാം, ഓക്കെ, തലേന്ന് വിളിക്കാൻ മതി കേട്ടോ. ശരി. നമ്മുടെ വിജാഗിരി ഈ ഡോറിന്റെ ബാക്കിലൊക്കെ ഈ ഹിഞ്ച് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ടു ഓപ്പൺ ആൻഡ് ക്ലോസ് ദ ഡോർ. ബട്ട് വി ക്യാൻ ഓൺലി ക്ലോസ് ഓർ ഓപ്പൺ ഇൻ വൺ സൈഡ്. ഒരു ഡോർ ഒന്ന് ഓർത്തോക്കെ, ജനലോ വിൻഡോസ് ഒക്കെ ആണെന്ന്, നമ്മുടെ വിൻഡോസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ഡോർസ് ആണെങ്കിലും നമുക്ക് ഒരു സൈഡിലേക്ക് തുറന്നാൽ ഇങ്ങനെ ആക്കി വെക്കാൻ പറ്റും അല്ലേ? പക്ഷെ മറ്റേ സൈഡിലേക്ക് അങ്ങനെ ആക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഇല്ല. നിങ്ങളുടെ ഡോറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഡോറ് തുറക്കുമ്പം തുറന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പുറകോട്ട് വെക്കാൻ പറ്റും, പക്ഷെ മുന്നോട്ട് അതുപോലെ പുറത്തോട്ട് ഇങ്ങനെ അടച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. ലൈക്ക് ദ സെയിം വേ ദ ജോയിൻസ് ഇൻ അവർ നീ ആൻഡ് എൽബോ, കാൽമുട്ടിന്റെയും കായിയുടെ മുട്ടിന്റെയും ഒക്കെ ജോയിൻസ് ആർ എ ഹിഞ്ച്. ഹിഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ മൂവ് ടു വൺ സൈഡ്, അല്ല ഒരു സൈഡ് നമുക്ക് അടയ്ക്കാൻ പറ്റാതെ വരും. അതായത് ഇപ്പൊ നമ്മുടെ കൈയുടെ മുട്ടിന്റെ ജോയിൻസ് ജസ്റ്റ് വി ക്യാൻ ഫോൾഡ് ലൈക്ക് ദിസ് വേ, ഇങ്ങനെ ഇങ്ങോട്ട് മടക്കാൻ പറ്റും, പക്ഷെ തിരിച്ചു മടക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സി യുവർ നെക്ക്, സോറി നെക്ക് നോട്ട്, ലെഗ്സ്, നീ, മുട്ട്, കാലിന്റെ മുട്ടും അതുപോലെയല്ലേ? നമുക്ക് പുറകോട്ട് കാൽമുട്ട് മടക്കി വെക്കാൻ പറ്റും അല്ലെ? പക്ഷെ മുന്നോട്ട് അതുപോലെ ഇങ്ങനെ തിരിച്ചു മടക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ കൈ നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മടക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു സൈഡിലേക്ക്, പക്ഷെ തിരിച്ച് അതുപോലെ അങ്ങോട്ട് മടക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റുന്നുണ്ടോ നമുക്ക്? ഇല്ല. സോ ദീസ് ടൈപ്പ് ഓഫ് ജോയിൻസ് ആർ നോൺ ആസ് ഹിഞ്ച് ജോയിൻസ്. Did you understand what is hinge joint? ഹിഞ്ച് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ? അതായത് ഒരു സൈഡിലേക്ക് നമുക്ക് മടക്കാൻ പറ്റാത്ത ഒരു അവസരം. ഇനി കൈ നമുക്ക് ഇങ്ങനെ മടക്കുന്ന പോലെ ഈ സൈഡിലേക്ക് മടക്കാൻ പറ്റുമോ? ഇല്ല. ഈ സൈഡിലേക്ക് മടക്കാൻ പറ്റുമോ? ഇല്ല. ഇത്രയൊക്കെ തിരിയും, പക്ഷെ ഇങ്ങനെ തിരിച്ചും മടക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഈ ഒരു ഭാഗം മാത്രം നമ്മുടെ ബോഡിയെ ടച്ച് ചെയ്യുന്ന, അല്ലെ കൈയുടെ മറ്റേ ഭാഗത്ത് ടച്ച് ചെയ്യുന്ന രീതിയിൽ വി ക്യാൻ ഹോൾഡ് ഇറ്റ്. See it? Okay. So the movement of our joints in one side is known as a hinge joint. The elbow, knee and the finger joints, finger also ingane madakkan pattum, one side like madakkan pattunnundu ningalde fingers. All of you fold like this way. Aramal, your face cannot be clearly seen. Is there no light in that room? Roomil light ille? No light ennitte face കാണുന്നേ ഇല്ല, മൊത്തം ഇരുട്ടാ. മിസ് അതിന്റെ ക്യാമറയുടെ കുഴപ്പമില്ല. ക്യാമറയുടെ കുഴപ്പമാണോ? എനിവേ, ജോയൽ റെജിനോൾഡ്. ജോയൽ, പ്ലീസ് ക്യാൻ യു ഓൺ യുവർ വീഡിയോ? ജോയൽ എന്താ പനിയാന്ന് പറഞ്ഞാണോ? പനിയൊക്കെ മാറിയ മോനെ? ആർ യു ഓൾ റൈറ്റ് നൗ? ഓക്കെ, ശരി. എന്താ വീഡിയോ വെക്കുന്നോണ്ട് കാണാം, അല്ല വീഡിയോ വെക്കുന്നോണ്ട് ക്ലിയർ ഇല്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. മിസ്റ്റർ ശ്രീ വിഷ്ണു, സുഭാഷ്, ജസ്റ്റിസ് ജോസ്, അഫ്രോസ് ആൻഡ് ഓൾ, where is the video? മതി അഫ്രോസെ, ഒന്നും ഉണ്ടാവുന്നില്ല. ജസ്റ്റിസിന്റെ വീഡിയോ അവിടെ പോയോ? കക്ഷി ഇവിടുന്ന് പോയി തോന്നുന്നു, അവിടെ എന്താ അനക്കാൻ മുമ്പേ കണ്ടായിരുന്നു. ശ്രീ വിഷ്ണു, നിങ്ങൾ ഈ വീഡിയോ ഓഫ് ആക്കിയിട്ട് പോകുമ്പോൾ എന്റെ വീഡിയോ ഓണാ. ശ്രീ വിഷ്ണു, ശ്രീവിഷ്ണുവിന്റെ ഇവിടെ കാണുന്നില്ല മോനെ.
ഇപ്പൊ കണ്ടായിരുന്നു വീണ്ടും പോയി. അതെന്താന്ന് എനിക്ക് ആ ശരി, ഓക്കെ ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. ജസ്റ്റിസ് എന്താ ഇടയ്ക്ക് എണീറ്റ് പോയതാണ് വീഡിയോ ഓഫ് ആക്കിട്ടാ? തലവേദന എടുക്കുന്നു, പക്ഷെ മുഖം ഒന്ന് കഴുകിയിട്ട് വന്നേ. ഓക്കെ, ശരി ശരി, കുഴപ്പമില്ല. ആർ യു ഹാവിംഗ് ഫീവർ? ഇല്ല. No. Okay, see. So hinge. Good morning. Good morning. Did you understand what is hinge joint? The movement in one side joint, the joints which help to have the movement in only one side is known as a hinge joint. For example, the joint of the elbow, knee, and fingers. This will help to have movement in one side. ഒരു സൈഡിലേക്ക് മാത്രം. തിരിച്ച് ഇങ്ങോട്ടോ ഒന്നും മടക്കാൻ പറ്റില്ല. അങ്ങനെ മടക്കണമെങ്കിൽ we should have fracture. അന്നെങ്കിലേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് മടക്കാൻ പറ്റില്ല. ഓക്കെ, ലൈക്ക് ഡോർസ് ഹിഞ്ച്. Like the hinges of a door, such joints are therefore called the hinge joints. അപ്പോൾ ഒരു സൈഡ് ഡോറിനെ പോലെ തന്നെ ഒരു സൈഡിലേക്ക് മാത്രം നമുക്ക് മൂവ്മെന്റ് ഉള്ളതിനെ നമ്മൾ ഹിഞ്ച് ജോയിന്റ്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ഈസ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. The shoulders and hip joints allow movement in all directions. Shoulder, see, the shoulder and hip in the idupinte ividuthe joints, it will help to have the movement in all directions. Adra is doing, you can move your hand like this way and all, isn't it? In all directions. Adra is showing like that way, see, you can do like that way, isn't it? So this type of joints is known as ball and socket joints. Ball and socket. ഇനി നിങ്ങൾ വേറെന്താ നമ്മൾ പറയുന്നത്? ഈ കൈയുടെ ഒക്കെ ഷോൾഡർ ഇറങ്ങിപ്പോയി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സംടൈംസ് നമ്മൾ വീഴുമൊക്കെ ചെയ്യുന്ന സമയം കൈയൊക്കെ കുത്തി വീണിട്ടുണ്ട്. നമ്മുടെ ഈ കൈയുടെ ഇവിടുത്തെ ഷോൾഡറിന്റെ ബോൾ ആൻഡ് സോക്കറ്റിൽ ചെറിയ മൂവ്മെന്റ് ഉണ്ടാകും. ഈ മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവം എന്നറിയാമോ നിങ്ങൾക്ക്? പിന്നെ നമുക്ക് കൈ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് അനക്കാനോ പൊറുക്കാനോ ഒന്നും പറ്റിയല്ല. ഒരു കൈ ഊരിപ്പോയി എന്ന് പറയും. കൈ ഊരിപ്പോയി, അതായത് ഇവിടുന്നുള്ള നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് മൂവ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് മൂവ് ആകുന്നു. അപ്പൊ നമുക്ക് പിന്നെ കൈ അനക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഞാൻ വീണിട്ട് എന്റെ കൈക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയത് കൈ പിന്നെ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൈ കൊണ്ടൊന്നും അനക്കാൻ, കൈ ഇങ്ങനെ പൊക്കാൻ ഒന്നും പറ്റത്തില്ല. പിന്നെ അത് അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ച് തിരിച്ചിങ്ങനെ പൊക്കുമ്പോഴത്തേനും ആ ബോൾ ആൻഡ് സോക്കറ്റ് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ വന്ന് വീഴും. അപ്പൊ നമുക്ക് കൈയുടെ മൂവ്മെന്റ് എളുപ്പമാണ്. അതുവരെ നമുക്ക് കൈ അനക്കാനേ പറ്റില്ല. കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ നമുക്ക് തോന്നും, കൈ ഒടിഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന. വി കനോട്ട് മൂവ് എനി സൈഡ്. ആ സൈഡിലോ ഈ സൈഡിലോ ഒന്ന് കൈ പൊക്കാനോ താഴ്ത്താനോ ഒന്നും പറ്റില്ല. എന്തോ വേദന? പിന്നെ വേദനയുണ്ട്. കാരണം ആ വീഴ്ചയുടെ വേദനയായിരിക്കും ചിലപ്പോ, എനിക്കറിയില്ല. ഞാൻ വീണപ്പം കൈ കുത്തി വീണതിന്റെയാണോ വേദന എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കൈ പിന്നെ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ടെന്ന് മാത്രം, ഒന്നും ചെയ്യാൻ പറ്റില്ല. കൈ മറ്റേ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പയ്യെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ അത് സംഭവം പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ജീപ്പേ കയറാൻ വേണ്ടി പിടിക്കാൻ പറ്റാതെ വന്നപ്പം എങ്ങനെയൊക്കെയോ കൈ പൊക്കി അതിന്റെ ഇതിൽ പിടിച്ചപ്പോഴത്തേനും ബലം പ്രയോഗിച്ചത് നേരെയായി സംഭവം. പക്ഷെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നു, ചതവൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ സംഭവിച്ചു. ഞാൻ പറഞ്ഞത് ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ അലൗ ദ മൂവ്മെന്റ്സ് ഇൻ ഓൾ ഡയറക്ഷൻസ്. മനസ്സിലായോ? ഓക്കെ. The shoulder and hip joints allow movement in all directions. In such joints, the end of one of the bones is round like a ball, and it fits into a hollow part or socket in the other bone. The bone that ends in a ball, for example, the femur or a humerus, can move in any direction. Such a joint is called ball and socket. അതായത് ഇതിന്റെ ഉള്ളിൽ ഒരു ബോൾ പോലെ ഒരു ബോൺ ഉണ്ട്. അതും ഇതും കൂടെ ഇങ്ങനെ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഇടയ്ക്കാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആ ബോൾ നമുക്കറിയാം ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കും അല്ലെ. സോ ഇറ്റ് വിൽ ഹെൽപ്പ് to have the directions movement in all directions. അത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഹിപ്പിന്റെ ജോയിന്റും അങ്ങനെയാണ്. ഹിപ്പ് ജോയിന്റ് നമുക്ക് ഇങ്ങനെ എല്ലാ സൈഡിലേക്ക് ഇങ്ങനെ വട്ടം ഇങ്ങനെ കറങ്ങറില്ലേ നമ്മുടെ ഈ നടുവിന്റെ ഇവിടുത്തെ ഇത് വെച്ചിട്ട്. ഓക്കെ, ഇറ്റ് വിൽ ഹെൽപ്പ്. നെക്സ്റ്റ്, pivot joint. The neck joint also allows movement in all directions. It allows you to move your head up and down, left and right, and also to rotate it.
In such joints, one of the bonds ends in a rounded or conical surface that fits into a dent in the other bond. Such a joint is called pivot joint. എന്ന് വെച്ചാൽ pivot joint എന്ന് പറയുന്ന joint എന്ന് പറയുന്നത് നമ്മുടെ ഈ നെക്കിന്റെ ഇവിടുത്തെ ജോയിന്റ് ആണ്. അപ്പോൾ the neck joint also allow the movement in all directions. Up, down, this side, but back side ഇല്ല. Okay, can look up, down, right side, left side. മേലോട്ട് തിരിയണെങ്കിലോ ഒന്ന് തിരിഞ്ഞ നോക്കട്ടെ ബാക്കിലേക്ക്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അതൊരു ഡാൻസിന്റെ വീഡിയോ ആരോ ഇട്ടതാണ്. ഒരു കൊച്ചിന്റെ ഇവിടെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ആ കൊച്ചിങ്ങനെ വട്ടം തിരിയുന്നത്. അതെന്തൊരു അത്ഭുതമാണെന്ന് എനിക്കറിയത്തില്ല. Anyway, we cannot do like that. Maybe they are having a lot of practice and his body is flexible and body athram flexible okay ആയിട്ടായിരിക്കാം. Anyway, this pivot joint, neck joint also it will allow the all directions movement. Front നമ്മൾ ഇങ്ങനെ നോക്കുന്നു, ബാക്കിലേക്ക് നമുക്ക് ഇങ്ങനെ തിരിക്കാനേ പറ്റുള്ളൂ. പിന്നെ right, left, up, down ഇത്ര നമുക്ക് ചെയ്യാൻ പറ്റും. And it allows to move our head up and down, left and right, and also to rotate it. Rotate, how to rotate? എങ്ങനെ rotate ചെയ്യുന്നേ? മറ്റെന്തോ ഒരു ഡാൻസ് ഇല്ലേ? ഓക്കെ, അതിന് അവിടെ ചെയ്യുന്നുണ്ട്. ഒരു ഡാൻസ് ഉണ്ടല്ലോ, അതിന് എന്തോ ഡാൻസ് എന്നാ പറയുന്നേ? ഏതോ ഒരു ഈ തലയില് എന്താ കാവില് എന്താണ് അതിന് കുമ്മിടി ഡാൻസോ എന്തെന്നാ അതിന് പറയുന്നത് എനിക്കറിയത്തില്ല. കരകാട്ടം. മുടിയാട്ടം എന്തോ സംഭവം കണ്ടിട്ടുണ്ട്, പക്ഷെ വേറെ എനിക്കറിയില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഡാൻസിനൊക്കെ കണ്ടിട്ടില്ല അവരിങ്ങനെ ആക്കും. നമുക്കൊക്കെ ഇത്തിരി സമയം കിടക്കുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? അതിരാ ഓക്കെ കറക്റ്റ്. ബോൺ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. കാലിങ്ങനെ ഒരു കാല് മുന്നോട്ട് ഒരു കാല് പുറകോട്ട് വെക്കുന്നത്. എനിക്കറിയില്ല മോനെ എന്ന സംഭവം. എനിവേ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഡാൻസിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലായില്ലേ? തല നമുക്ക് വി ക്യാൻ റൊട്ടേറ്റ് അവർ ഹെഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ it is possible, isn't it? So there is pivot joint. Then here in joint, ഈ jointന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ joints, in such joints one of the bonds ends in a rounded or conical surface that fits into a dent in the other bond. അപ്പം അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ ബോൺസ് ഒരു പിന്നെ ക്യാമറ ഒരു ലെവലില്ലാത്തതുകൊണ്ട് ഓക്കെ, ആ ബോൺസ് എൻ്റെ ഉള്ളിൽ അതിൻ്റെ ജോയിന്റ്, ഈ രണ്ട് ജോയിന്റുകളിലെല്ലാം ഒരു ബോളോ നമ്മൾ പറഞ്ഞ ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് പോലെ ബോള് അല്ലെങ്കിൽ എന്താ പറയുക കോണിക്കൽ ഷേപ്പിലായിട്ടുള്ളത് മറ്റേ ഇതിൻ്റെ ഇടയ്ക്കോട്ട് മറ്റേ ബോണുമായിട്ട് എൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടാക്കും. അപ്പോൾ അത് രണ്ടും കൂടെ കിടന്നിട്ട് ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ കയ്യിൽ ഒരു സാധനം എന്താ പറയണ്ടേ, രണ്ട് സാധനം ഉണ്ടെന്ന് വിചാരിക്കുക. അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നാൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് ഒരു സ്ക്രൂ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, ഈസിലി. അതിന് രണ്ടും കൂടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ദ സെയിം അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ പിവറ്റ് ജോയിന്റിന്റെ ഒരു ജോയിന്റിന്റെ ഇടയ്ക്ക് ഒരു ബോൾ അല്ലെങ്കിൽ കോണിക്കൽ ഷേപ്പിലായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും. ഒരു ബോൺ തന്നെ അത് എന്ത് ചെയ്യുന്നു, മറ്റേ ബോണിന്റെ ഇടയ്ക്കോട്ടിട്ടുണ്ടാവും. സോ ഇറ്റ് വിൽ അലൗ ദിസ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്. നെക്സ്റ്റ്, ഗ്ലിഡിംഗ് ജോയിന്റ്. The wrist or ankle joints have flattened ends of bonds that can move or glide against each other. These joints allow side to side as well as backward and forward movement. The vertebrae also have similar joints that allows slight movement. Such joints are called gliding. ഇനി നമ്മുടെ കാലിന്റെ പാദം നമുക്ക് പൊക്കാനും താഴ്ത്താനും പറ്റും അല്ലേ? കാലിന്റെ ഉപ്പുറ്റില്ലേ, അതിങ്ങനെ പൊക്കാനും താഴ്ത്താനും പറ്റിയല്ലേ നിങ്ങൾക്ക്? യെസ്, ഓക്കെ. സോ ദിസ് ടൈപ്പ് ഓഫ് ദ റിസ്റ്റിനും അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ആക്കാൻ പറ്റും ഇവിടുത്തെ ഈ ജോയിന്റിലൂടെ. ഓക്കെ. The wrist or ankle joints have flattened ends of bonds that can move against each other.
These joints allow side to side as well as backward and forward movement. ഇനി നമ്മുടെ കാലിന്റെ ഒക്കെ നമുക്ക് ഇങ്ങനെ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ട് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പരിധി കൂടുതലാക്കാൻ പറ്റത്തില്ല കേട്ടോ, കാല് വളഞ്ഞു ഒടിഞ്ഞു പോകും. നമ്മുടെ കാൽ ഇങ്ങനെ നമുക്ക് ഈ സൈഡിലേക്കും ഒക്കെ നമുക്കൊരു മൂവ്മെന്റ് ഇതിലേക്ക് ആക്കാൻ പറ്റും, മൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. The vertebra also have similar joints that allow slight movement. Such joints are called gliding joints. അപ്പം ഗ്ലിഡിങ് ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ കാലിന്റെ പാദത്തിലുള്ള ആംഗിളിന്റെ അവിടെയും പിന്നെ കൈയുടെ ഈ ഭാഗത്തുള്ള റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതെന്തുവാണ്? റിസ്റ്റ് എന്ന് പറയുന്നത് ഏത് പോർഷനാണ്? ഇവിടം മുതൽ ഇവിടം വരെയുള്ള പോർഷനാണ് റിസ്റ്റ് എന്ന് പറയുന്നത്. ഹാവ് യു ഹേർഡ് ദാറ്റ് റിസ്റ്റ് വാച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ പോർഷൻ, കൈയുടെ ഒക്കെ ഈ പോർഷൻ പറയുന്നതാണ് റിസ്റ്റ് വാച്ച് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? Okay, the watch that we tie on this wrist part is known as a wrist watch, isn't it? Okay, this the bodies, our bodies, this part is known as a wrist. കൈയുടെ ഇവിടെ മുതൽ ഇവിടം വരെ. This is known as a, ഇതിനെന്നാ പറയുന്നേ? Nobody knows? ഈ കൈയുടെ ഈ ഭാഗത്തിന് എന്നാ പറയുന്നേ? പറഞ്ഞേ. Juvani is telling something, please unmute and say. ഉള്ളംകൈ. In English I am asking. ഉള്ളംകൈ. palm. PALM palm. കൈയുടെ ഈ ഭാഗമാണ് palm എന്നറിയപ്പെടുന്നത്. Okay, palm. And this is a wrist from here to here. This is elbow. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലോ, LKG പഠിച്ചിട്ടില്ല പാർട്സ് ഓഫ് ബോഡി. ഓക്കെ, അതുപോലെ തന്നെ കാലിന്റെ ആംഗിൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ആംഗിൾ എന്നുള്ള വാക്ക് അറിയത്തില്ലേ? ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? What is that angle? കാലിന്റെ കണങ്കാൽ എന്ന് പറയുന്നത്, അതായത് ഗേൾസ് ഒക്കെ കൊലിച്ചിരുന്ന ഭാഗമില്ലേ? അന്ന് ഞാൻ ചോദിച്ചാണല്ലോ നമ്മുടെ ഹലീമയുടെ ഒക്കെ കൊലിച്ചുണ്ടോന്നൊക്കെ അല്ലേ? ഓക്കെ, സോ ആംഗിൾ എന്ന് പറയുന്നത് കാലിന്റെ കണങ്കാല്, കണ്ണ എന്നൊക്കെ പറയുന്ന ഭാഗം, കണങ്കാല്. ഓക്കെ, so next one is okay, so this many are the main joints. Hinge joints എന്ന് പറയുമ്പോൾ എന്താണ്? hinge joints എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽബോയുടെയും നീയുടെയും ഒക്കെ അവിടെയുള്ള ജോയിന്റ്സ് ദാറ്റ് അലൗസ് ദ മൂവ്മെന്റ് ഇൻ വൺ ഡയറക്ഷൻ. ഒരു സൈഡിലേക്ക് മാത്രമുള്ള, ഒരു ഡയറക്ഷനിലേക്ക് മാത്രമുള്ള. കൈ ഇങ്ങനെ മടക്കാം, പക്ഷെ തിരിച്ച് നമുക്ക് ബാക്കിലേക്ക് മടക്കാൻ പറ്റത്തില്ല. ലൈക്ക് ദാറ്റ്. കാലിന്റെ മുട്ട് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും, പുറകോട്ട് വെക്കാൻ ഒരു പരിധി കൂടുതൽ നമുക്ക് മടക്കി വെക്കാനോ പുറകോട്ട് ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റും, മുന്നോട്ട് അങ്ങനെ കാലിന്റെ മുട്ട് മടക്കി വെക്കാൻ പറ്റത്തില്ല അല്ലെ? അങ്ങനെ കാല് നമ്മള് പുറകോട്ട് മടക്കി വെക്കുന്ന പോലെ നമുക്ക് മുന്നോട്ട് മടക്കി വെക്കാൻ പറ്റുമോ? ഇല്ല. സോ ഹിഞ്ച് ലൈക്ക് ഹിഞ്ച് ഓഫ് എ ഡോർ, it allows the movement in only one direction. So that is known as a hinge joint. Next, ball and socket. Ball and socket is on our shoulder and hip. It will allow the movement in all directions, and that is known as the ball and socket. It has a part called like ball which joins the two bonds. രണ്ട് ബോൺസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബോളാണ്. അപ്പൊ അത് അവിടെ മൂവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൈ കണക്ക് മൂവ് ചെയ്ത് യഥേഷ്ടം അത് മൂവ് ചെയ്ത് നമുക്ക് കൈയും ഷോൾഡറൊക്കെ നമുക്ക് ഓൾ ഡയറക്ഷനിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് പിവോട്ട്. പിവോട്ട് ജോയിന്റ് എന്താന്ന് വെച്ചാല് ഇതിന്റെ നമ്മുടെ കഴുത്ത്, നെക്ക്, ഷോൾഡറിനും പിന്നെ നമ്മുടെ allows to move the head in all direction. കഴുത്തിന് എല്ലാ ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ പിവോട്ട് ജോയിന്റ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഗ്ലിഡിങ് ജോയിന്റ്. ഇറ്റ് അലൗസ് ദ മൂവ്മെന്റ് ഇൻ അഗൈൻസ്റ്റ് വൺ അനദർ, ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെയും കാലിന്റെ കണങ്കാലിന്റെ ഭാഗത്തെ അവിടുത്തെ ജോയിന്റ്സുകളാണ്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് മേക്സ് എ ബോൺസ് മൂവ്. എന്താണ് ഒരു ബോൺസ് നമ്മൾ മൂവ് ചെയ്യാൻ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അർജുൻ, വീഡിയോ എല്ലാം ഓഫാക്കി ഇനി ഓരോ ചിത്രങ്ങൾ ഇട്ടോണ്ടിരിക്കാതെ ഓൺ എയർ വീഡിയോ. Bones cannot move by themselves.
Bones cannot move by themselves. Then it is your muscles attached to the bones that make them move at the joints. See, we all have muscles in our body, isn't it? These bones, these muscles will help the bones to move. അല്ലാതെ ബോൺസിന് സ്വന്തമായിട്ട് നടക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ബോഡിയിലുള്ള മസിൽസ് ആണ് നമ്മുടെ ബോൺസിനെ മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. മസിൽസ് ആർ ലൈക്ക് ഇലാസ്റ്റിക് ബാൻഡ്സ്. വാട്ട് ആർ മസിൽസ്? മസിൽസ് ആർ ലൈക്ക് ഇലാസ്റ്റിക് ബാൻഡ് എന്ന് വെച്ചാൽ വലിച്ചാ വലിയും, വലിവിട്ടാൽ മുറുകും. അങ്ങനല്ലേ ഇലാസ്റ്റിക്? ഇഫ് യു വാണ്ട് വി ക്യാൻ stress like that way, send it, pull it like that way. As we pull, how much it will become, how much big it will become? കുറേ വലുതാകും അല്ലേ? കുറച്ച് കഴിയുമ്പോഴോ നമ്മൾ വലിയങ്ങ് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെയാകും അല്ലേ? നിങ്ങളുടെ നിങ്ങൾ മാസ്ക് ഉപയോഗിക്കാറില്ലേ when you go outside? And in mask there will be elastic, isn't it? Most of the mask is having elastic to tie around the ear, isn't it? Okay, so the mask that you have used in first, ipo engane undagum first time upayogicha mask okke? അതിന്റെ ഇലാസ്റ്റിക് ഒക്കെ ലൂസ് ആയി പോയിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ഈ ചെറിയ ഇത്രയും വട്ടം മതി, എന്നിട്ട് അത് വലിച്ചിങ്ങനെ ചെവിയുടെ ഇടയിൽ കൂടെ ഇരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ പാന്റിന്റെ ഇലാസ്റ്റിക് ഒക്കെ അല്ലെ, കുറെ നാൾ കഴിയുമ്പോൾ അത് ലൂസായി പോകും. സോ നമ്മൾ ആ ഇലാസ്റ്റിക് കുറച്ച് ഇതായിട്ടിരിക്കും, പക്ഷെ നമുക്ക് ആവശ്യമുള്ളപ്പം വലിച്ചിങ്ങനെ ഇങ്ങോട്ട് ഇടും, പിന്നെ നമ്മൾ അതവിടെ ആ ഭാഗത്തിന് കിടന്നോളും. ലൈക്ക് ദാറ്റ് വേ അവർ മസിൽസ് ആർ ഇലാസ്റ്റിക് ബോൺസ്. Muscles are like elastic bands. They are attached to the bones by means of touching connecting bands called tendons. ഇനി ഈ മസിൽസ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മസിൽസ് ആർ ലൈക്ക് ഇലാസ്റ്റിക്. As we want to keep the leg this much forward, muscle will expand. നമ്മുടെ കാല് നമുക്ക് മുന്നോട്ടേക്ക് നീട്ടി കുറച്ച് നീളത്തിൽ ഇങ്ങനെ കാല് അകത്തി വെക്കണം എന്നൊരിക്കൽ കാലിലുള്ള മസിൽസ് വലിഞ്ഞോളും അല്ലേ? ഓക്കെ, ഇലാസ്റ്റിക് പോലെ വലിയും. So muscles are like elastic bands and they are connected to the, or they are attached to the bones. Item called tendons. Tendon എന്ന് പറയുന്ന ഒരു സാധനമാണ് മസിലിനെയും ബോൺസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. The muscles move the bones by their pull. Muscles cannot push. Therefore, to move the bone in one direction, at least two sets of muscles are required. For example, the up and down movements of your arm are controlled by two muscles, biceps and triceps. When you want to raise your arm, the biceps in front contract, that is, they become shorter and fatter to pull up the arm. To lower the arm, the triceps at the back connect and pull it down. ഇനി രണ്ട് തരത്തിലുള്ള മസിൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? ബൈസിപ്സ് ആൻഡ് ട്രൈസിപ്സ്. ആൻഡ് ദീസ് ഇപ്പൊ നമുക്കറിയാം രണ്ട് സൈഡിൽ ഇപ്പൊ നമ്മുടെ കൈ ഇങ്ങനെ നിവർത്തണം എന്നൊരിക്കൽ ഈ ഭാഗത്തുള്ള ഫ്രണ്ടിലുള്ള മസിൽസ് നിവരണം, അതിന് കൂടുതൽ എലാസ്റ്റിക് ക്യാരക്ടർ വരണം. ഇനി ഇങ്ങനെ മടക്കുമ്പോഴോ ഈ ബാക്കിലുള്ള മസിൽസ് ആണ് കൂടുതലായിട്ട് വളരേണ്ടത്, നീളം വെക്കേണ്ടത്, കുറച്ചുകൂടെ നീട്ടം വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ദ മസിൽസ് മൂവ് ദ ബോൺസ് ബൈ ദെയർ പുൾ. അതിന്റെ പുൾ അനുസരിച്ചാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. മസിൽസ് കാനോട്ട് പുഷ് ചെയ്യാൻ പറ്റത്തില്ല, തള്ളിവിടാൻ പറ്റത്തില്ല, പക്ഷെ വലിയും. Therefore, to move the bones in one direction, at least two sets of muscles are required. So ഒരു സൈഡിലേക്ക് ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ നടക്കുന്നത് ഒന്ന് മുന്നോട്ടേക്ക് നടക്കുന്നതിന് ഒന്ന് എഴുന്നേക്കാവോ? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഒന്ന് എഴുന്നേക്കാവോ? പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഹലീമ, ജസ്റ്റ് ഗെറ്റ് അപ്പ്. അർജുൻ, ഡിഡ് യു ഗെറ്റ് അപ്പ്? ഓക്കെ, നിങ്ങൾ ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഒന്ന് നടന്നേ. അപ്പൊ നിങ്ങളുടെ കാലിന്റെ മുട്ടൊന്ന് നോക്കിക്കേ, മുന്നോട്ട്. അപ്പൊ നിങ്ങൾ കാല് മുന്നോട്ട് വെക്കണമെങ്കിൽ ഒന്ന് കാലും മടങ്ങണം അല്ലെ? സ്ട്രെയിറ്റ് ആയിട്ട് മുട്ട് മടക്കാതെ നമുക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. സോ ഇഫ് യു വാണ്ട് വാക്ക് ലൈക്ക് ദാറ്റ്, യു ക്യാൻ സിറ്റ് ഇൻ യുവർ സിറ്റ്. ഇരുന്നോ. ജസ്റ്റസ് എവിടെ 1 കിലോമീറ്റർ ദൂരം പോയായിരുന്നോ? ഓക്കെ.
സോ നമ്മൾ നടക്കണം. നമ്മുടെ കാലിന്റെ മുട്ടൊന്ന് വളഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റേ കാലം അവിടെ നിന്ന് പറിച്ചു വെക്കാൻ പറ്റുകയുള്ളൂ അല്ലേ? അതായത് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് നടക്കണമെങ്കിൽ ഒരു കാല് വെച്ചിട്ട് മറ്റേ കാല് അവിടെ നിന്ന് പറിച്ച് അതേ ലെവലിൽ നമുക്ക് വെക്കാൻ പറ്റില്ല. നമ്മുടെ കാലൊന്ന് വളച്ച് വേണം നമ്മൾ മുന്നോട്ടേക്ക് വെക്കാൻ പറ്റുള്ളൂ അല്ലേ? സോ there should be 2 sets of muscles. If you want to make a movement in one direction, there should be 2 sets of muscles. And ഒരു കാല് നേരെ നിൽക്കുമ്പോൾ മസിൽസ് എന്ത് ചെയ്യുന്നു? ഒന്ന് ചുരുങ്ങും. പക്ഷെ നമ്മൾ മുന്നോട്ട് വെക്കണമെങ്കിൽ കാലിന്റെ ബാക്കിലെ മസിൽസ് എന്ത് സംഭവിക്കണം? കുറച്ചുകൂടെ നീളം വെക്കണം, എന്നാലേ അവിടം വരെ എത്തുള്ളൂ. നിങ്ങൾ ഒരു തുണി വെച്ചിട്ട് ഒരു സാധനം വളഞ്ഞ ഒരു സാധനം എന്തെങ്കിലും ചെറുതായിട്ടൊരു ബെൻഡിങ് ഉള്ള ഒരു സാധനം കെട്ടുമെന്ന് വെച്ചോ, അപ്പൊ നമ്മൾ ഇലാസ്റ്റിക് ആണ്, ഈസിലി ആയിട്ട് നമുക്കത് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ തുണിയാണെങ്കിൽ അത് വലിയത്തില്ല അല്ലേ? അപ്പൊ ടൈറ്റ്നെസ് വരും. ലൈക്ക് ദ സെയിം വേ നമ്മുടെ കാലിന് ഫോർ വൺ ഡയറക്ഷൻ മൂവ്മെന്റ് ദർ ഷുഡ് ബി 2 മസിൽസ്. And how it will be working out? At least 2 sets of muscles required. For example, the up and down movements of your arm are controlled by 2 muscles, biceps and triceps. അതായത് up and down, കൈ പൊക്കുകയും താത്തുകയും ചെയ്യുന്നത്. When you want to raise your arm, the biceps in front contract. When you raise your hand, നമ്മുടെ കൈ ഒന്ന് പൊക്കണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ടിലുള്ള മസിൽസ് എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട്, ചുരുങ്ങും, ബൈസിപ്സ്. പക്ഷെ ബാക്സ് മസിൽസോ ട്രൈസിപ്സ് will have to expand. അത് വികസിക്കണം അല്ലേ? ഓക്കെ, ഒന്ന് ചുരുങ്ങുമ്പോൾ മറ്റത് വികസിക്കണം. ഓക്കെ, and that is they become shorter and fatter to pull up the arm. The lower the arm, the triceps at the back contract and pull it down. എന്താ ചിത്രത്തിൽ നോക്കിയേ, പേജ് 100 ചിത്രം നോക്കിയേ. ബൈസിപ്സ് കോൺട്രാക്ട്സ്, ചുരുങ്ങുന്നു. അപ്പം നമ്മുടെ ട്രൈസിപ്സ് റിലാക്സ്, വലുതാകുന്നു. സെക്കൻഡ് വണ്ണിൽ റേസിംഗ് ദ ഹാൻഡിലാണ്. സെക്കൻഡ് വണ്ണ് ലോവറിംഗ് ദ ഹാൻഡ്, കൈ താത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നത് നോക്കിയേ? ബൈസിപ്സ് റിലാക്സ് ചെയ്യുന്നു, അതായത് വികസിക്കുന്നു. നേരത്തെ ചുരുങ്ങിയിരുന്നത് വികസിക്കും, പക്ഷേ താഴെ പുറകിലുണ്ടായിരുന്നത് ചെറുതാകും. കാരണം അത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഇത്രയും വലിഞ്ഞു വരേണ്ടത് നേരെ ആകുമ്പോഴത്തേനും അത്ര ആവശ്യമില്ല. അതുകൊണ്ട് activity 5, experimental investigation. Run some distance and feel the movement in the muscles of your legs. ഇവിടെ ചിത്രം തന്നിരിക്കുന്നു നോക്കിയോ? മസിൽസ് ദാറ്റ് ബെൻസ് നീ, കാലിന്റെ മുട്ട് വളയ്ക്കുന്നത്. പിന്നെ മസിൽസ് ദാറ്റ് സ്ട്രൈറ്റൻസ് ആംഗിൾ, കാലിന്റെ ആംഗിൾ സ്ട്രൈറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി ചെയ്യുന്ന മസില്. മസിൽസ് ദാറ്റ് സ്ട്രൈറ്റൻസ് നീ, പിന്നെ മസിൽസ് ദാറ്റ് ബെൻസ് ദ നീ. ശരിക്കും രണ്ടാമത്തെ പിക്ചറിലാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ്. ജോയൽ മേലോട്ട് നോക്കിയിരിക്കണോ? ടെക്സ്റ്റ് ബുക്ക്. പുസ്തകം താഴെ, ക്യാമറ നേരെ, കണ്ണു മേളിലേക്കും. എന്താ കുഞ്ഞാ പനിയാന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു എക്സ്ക്യൂസ് തന്നതാ. അപ്പൊ ഉണ്ട് മേലോട്ട് നോക്കി നക്ഷത്രം ഇരിക്കുന്നു. സ്റ്റാർ കിട്ടിയ വീട്ടില് അത് നോക്കിയിരിക്കുവാണോ? ഓക്കെ. When you run your legs alternatively, bend and straighten at the knees and ankles. നമുക്കറിയാം, നമ്മുടെ ഒന്ന് നടക്കുകയോ ഓടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ട് സ്ട്രെയിറ്റ് ആകും, പിന്നെ ബെൻഡ് ആകും, സ്ട്രെയിറ്റ് ആകും, ബെൻഡ് ആകും. രണ്ടും ഇല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല. ഈ പ്രായമായ ആൾക്കാർ പറയല്ലോ മുട്ടിന് വേദന കാരണം. നിങ്ങളുടെ വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ അവർ പറയും നിലത്തിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് അവർക്ക് നിലത്തിരിക്കാൻ പറ്റാത്തേ? Why can't they sit down? പ്രായമായവരൊന്നും വേണ്ട, മിസ്സിനൊക്കെ ആയി കേട്ടോ. അങ്ങനെ നിലത്തിരിക്കുമ്പം ബുദ്ധിമുട്ട്. വലിയ പ്രായമൊന്നും ആകണ്ട, മിസ്സിന്റെ ഒക്കെ പ്രായം ആകുമ്പോൾ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാൽ പിന്നെ ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് അവർക്ക് ബോൺസിനൊക്കെ തേയ്മാനം ഉണ്ടാകും അല്ലെ? അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഈ ജോയിന്റ്സുകളെല്ലാം അല്ലെങ്കിൽ മസിൽസ് ഒക്കെ ശരിയായിട്ട് പ്രവർത്തിക്കാതെ വരും. സാധാരണ മക്കളെ നിങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങളുടെ മസിൽസ് ഒക്കെ നന്നായി പ്രവർത്തിക്കുന്ന പോലെ ആ മസിൽസിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരും. അപ്പൊ എന്ത് സംഭവിക്കും? ദേ കാനോട്ട്, ഈ മസിൽസ് ആണ് ബോൺസിന് ഹെൽപ്പ് ചെയ്യുന്നത് മൂവ്മെന്റിന് അല്ലെ? അപ്പൊ അത് സ്ട്രെയിറ്റ് ആകാനും ബെൻഡ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് അവർക്ക് ചില ആൾക്കാർക്ക് നിലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ ചിലവരൊക്കെ കസേരയിലൊക്കെ ഇരിക്കുള്ളൂ. പ്രത്യേകിച്ച് കുറച്ച് പ്രായമായിട്ടുള്ളവരൊക്കെ അറിയാം
ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. Okay. When you run, your legs alternately bend and straighten at the knees and ankles. Your thigh and hamstring muscles bend and straighten your knee joint. അപ്പം നമ്മുടെ തൈ പിന്നെ നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസ് ബെൻഡ് ആൻഡ് സ്ട്രെയിറ്റൻ യുവർ നീ. നമ്മുടെ കാലിന്റെ ഈ തുടഭാഗമില്ല അതിന്റെ അവിടെയുള്ള മസിൽസും പിന്നെ നമ്മുടെ നീയുടെ മുട്ടിന്റെ ജോയിന്റും എന്ത് ചെയ്യുന്നു? അതിനെ സ്ട്രെയിറ്റൻ ചെയ്യുന്നു. And your calf and shin muscles bend and straighten your ankle joint. കാലിന്റെ കണങ്കാലിലുള്ള ജോയിന്റുകളൊക്കെ എന്ത് ചെയ്യുന്നു? കാഫ് ആൻഡ് ഷിൻ മസിൽസ് ബെൻഡ് ആൻഡ് സ്ട്രെയിറ്റൻ. അതായത് കാൽ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നടക്കുകയാണെങ്കിലും കാലിന്റെ പാത ഉയർത്തി വേണം നടക്കാൻ. അല്ലാതെ നടക്കാൻ പറ്റുമോ? ഇല്ല, തെന്നി പോവുമായിരിക്കും, അത് പളക്കെന്ന് വീഴും എന്നിട്ട് അല്ലേ. സോ നടക്കാൻ നേരത്തെ നമ്മുടെ നീ, കാൽമുട്ട്, പിന്നെ കാലിന്റെ ആംഗിൾ, അതൊക്കെ മൂവ്മെന്റ് ഉണ്ട്. ഇവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, നോക്കിയേ. ആക്ടിവിറ്റി ഒബ്സർവേഷൻ. ഹാവ് യു ഓർ എനി അതർ ഫാമിലി മെമ്പർ എവർ ഹാഡ് എ ഫ്രാക്ചർ ഓഫ് എനി ഓഫ് ദ ബോൺ ഓഫ് യുവർ ബോഡി? ഹാവ് യു എവർ? ഹെവൻ ആദ്യമേ കൈപൊക്കി, മിടുക്കൻ. ഇനി ആർക്കൊക്കെ ഉണ്ട് ഫ്രാക്ചർ ആയിട്ടുണ്ട്? അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ എടുത്തിട്ടുണ്ട് അല്ലെ? നിന്റെ കൈയൊക്കെ ശരിയായാണോ ജസ്റ്റസേ? ഓക്കെ ആണോ? ആണോ? കുറിച്ചക്കാർ തുടങ്ങിയോ? തുടങ്ങണം എന്ന്. ഓ, അതുവരെ നല്ല മിടുക്കനായിട്ടിരിക്കാനാണോ? എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമുക്ക് നമ്മളുടെ വേദന മാറിയിട്ട് വേണ്ട അടുത്തത് തുടങ്ങാൻ. ഓ, അങ്ങനെ വേദന മാറിയെന്നാ പറഞ്ഞത്. മാറിയില്ലേ മോനെ? ഓ, വേദന ഇല്ല. ഇനി അവൻ ക്രിസ്മസ് ആകട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. ക്രിസ്മസ് കഴിഞ്ഞിട്ട്, കാരണം ഇനി വീണ്ടും ഒരു ഫ്രാക്ചർ ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ക്രിസ്മസിന് ഒരു എൻജോയ്മെന്റ് ഇല്ലല്ലോ അല്ലേ? അതുകൊണ്ട് അവൻ മിടുക്കനാന്ന് അവന്റെ ഫാദറും മദറും പറയണം. അതിനു വേണ്ടിട്ട് അവൻ വെയിറ്റ് ചെയ്യുന്നു. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ ഓക്കെ. സി, ഇവിടെ നമുക്കറിയാം, if we fall and if we have any fractures and like that way, when we go to hospital, doctors will, if they have any doubts about our about the bones condition, they will tell us to take an x-ray. And ഈ എക്സ്റേ ഒക്കെ കാണിക്കുമ്പോൾ ഇതുപോലത്തെ ഈ ചിത്രത്തിൽ എക്സ്റേ ഉണ്ട്, നമുക്കൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ ഡോക്ടേഴ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇതിനകത്ത് ഇപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ അവർ പെട്ടെന്ന് നോക്കിയിട്ട് പറയും, കണ്ടോ ഇവിടെ ഫ്രാക്ചർ ഉണ്ട്, ഇങ്ങോട്ട് ചിലത് നമുക്ക് കാണുമ്പോൾ ഒരു ഇത്തിരി മാറ്റമൊക്കെ ഒത്തിരിയൊക്കെ തോന്നും, പൊട്ടലൊക്കെ ഉണ്ടെന്നറിയില്ല. ഓക്കെ, to see what damage has occurred in a bone, the doctor takes an x-ray photograph of the bone. The photograph shows the crack. If you have x-ray photographs at home, bring them to school, put them up on window panes, study the structure of the bones and joints. Actually നമ്മുടെ കൈയുടെയും കാലിന്റെയും ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്റേ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഷോൾഡർ how it will be and chest how it will be, it is knee, hands, all this correct position is given there. But when we have any fracture or movement and all there, slippery and all are there will be some changes. ഇത് ശരിക്കും നമുക്കുള്ള ഒരു എക്സ്റേ ആണ്. ഇനി വീണ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പൊട്ടലോ ചീറ്റലോ ഒക്കെ ഉണ്ടോന്നുള്ളത് അപ്പോൾ നോക്കിയിട്ടറിയാം. നിങ്ങളുടെ എക്സ്റേ ആരുടെയെങ്കിലും അത് അവിടെ കാണും. ഹെവന്റെ ഒക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഒന്ന് എടുത്തു നോക്കൂട്ടോ. സം എക്സ്റേ ഫോട്ടോഗ്രാഫ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സം മൂവ്മെന്റ്സ് ഇൻ അതർ അനിമൽസ്. നമുക്കൊക്കെ ജോയിന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, മസിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ മൂവ്മെന്റ്സ്. ഇനി ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ കാണിയല്ലേ, ബോൺസ് ഒക്കെ ഇല്ലാത്ത? ബോൺസ് ഇല്ലാത്ത ഒരു ജീവിയുടെ പേര് പറഞ്ഞേ. Can you name any animal? ഓ, പാമ്പിനല്ലേ? പാമ്പിന് പോണേ ഉള്ളൂ. earthworm അല്ലേ? Okay. Animals have different types of skeletons. The skeletons of some animals do not have bones at all. The ways in which they move are also so automatically it will be different. If there is bones, and some animals are do not having bones, isn't it? So the animals which do not have bones in their body will have a different type of movement. Okay, നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, because our time is up. Today do you have again? ഇനി വേറെ ക്ലാസ് ഉണ്ടോ? കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പം ബൈ.
നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബിക്കോസ് Thursday there is no class. Okay, bye then. Okay, wish you a happy Christmas. Enjoy well. ഹാപ്പി ക്രിസ്മസ്. Happy Christmas. Thank you. Bye bye. And happy new year. Okay. ന്യൂ ഇയറിന് മുന്നേ വരും നമ്മൾ. Happy Teachers Day. ടീച്ചേഴ്സ് ഡേയാ? എന്തുവാണ്? Teachers Day. അവൻ ഇന്നായിരിക്കും ടീച്ചേഴ്സ് ഡേ. സാരമില്ല. ഓക്കെ, താങ്ക് യു. പിന്നെ നമുക്ക് അടുത്ത ട്യൂസ്ഡേ ക്ലാസ് ഉണ്ട്. സോ Happy Christmas. ന്യൂ ഇയറിന് മുന്നേ നമുക്ക് കാണാം. ബൈ ബൈ.